ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നേവിയിൽ വന്നിരിക്കുന്ന മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്ഥിര ജോലിയാണ്. നമുക്ക് നമ്മുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ സാലറിയും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് റീസെൻ്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയാലോ. നേരത്തെ പറഞ്ഞതുപോലെ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റിനാണ് ഇപ്പോൾ ആപ്ലിക്കൻസിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 2025 മുതൽ 2026 വരെയുള്ള ആ ഒരു ന്യൂ ബാച്ചിലോട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എക്സാം ബേസ്ഡ് ആയിരിക്കും. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനായിരിക്കും ഇതിൻ്റെ അകത്ത് പ്രവേശനം ലഭിക്കുക. കൂടാതെ തന്നെ ഒത്തിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാതും തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാട്ടോ. ഇതിൻ്റെ അകത്ത് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 സയൻസ് പഠിച്ചവരായിരിക്കണം. അവർക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 50% മാർക്കോടെ വേണം വിജയിക്കാനായിട്ട് +2. അവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നീ സ്ട്രീം, അതായത് ബയോളജി, സയൻസ് പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കൻസിന് 157 സെൻറ്റിമീറ്ററെങ്കിലും ഉയരം ഉണ്ടായിരിക്കണം. അതിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഏജ് ലിമിറ്റിലോട്ട് വരുവാണെങ്കിൽ 2004 സെപ്റ്റംബർ 1-നും 2008 ഡിസംബർ 31-നും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സാലറി സ്കെയിലിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ പരിശീലന കാലത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റൈഫൻഡ് എമൗണ്ട് 14,600 രൂപ വെച്ചിട്ടായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് പരിശീലനം വിജയകരമായിട്ട് പൂർത്തിയാകുന്നത് വരെ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 21,700 രൂപ മുതൽ 69,000 രൂപ വരെ നമുക്കിതിൻ്റെ അകത്ത് സാലറി സ്കെയിലായിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്കവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ മറ്റ് സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവാം. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ട പരീക്ഷയുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് INET എന്നാണ്. അത് നമ്മൾ അപ്പിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് മെയ് 25 ആയിരിക്കും കേട്ടോ. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഒബ്ജക്റ്റീവ് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. ഇവരുടെ എൻട്രൻസ് എക്സാം ആണ്. 100 മാർക്കിലായിരിക്കും പരീക്ഷ. 1 മണിക്കൂറാണ് സമയം വന്നിട്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആൻസർ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു എക്സാം അപ്പിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം അതിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അവർ കാൻഡിഡേറ്റ്സിനെ. അപ്പോൾ ആ മാർക്കിനെ ബേസ് ചെയ്തിട്ട് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും. അതിന് മുകളിലുള്ളവർക്കായിരിക്കും രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ട് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒരു റിട്ടൺ ടെസ്റ്റും കൂടി ഉണ്ട്. അതിനുശേഷം ഇവർ ട്രെയിനിങ് പ്രൊസീജിയർ ആയിരിക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷനാണ്. പിന്നെ നമുക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ജോലിയിൽ ഇവർ പ്രവേശിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെയും മറ്റുള്ള ഡീറ്റെയിൽസിൻ്റെ ഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ ഇവരുടെ ഓൺലൈൻ സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. 10-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അതിനുശേഷം ഫസ്റ്റത്തെ സ്റ്റേജ് 1 എക്സാം എന്ന് പറയുന്നത് മെയ് 25-ാം തീയതി. അതിൻ്റെ തന്നെ റിസൾട്ട് അന്ന് തന്നെ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജൂൺ 25-ാം തീയതി ആയിരിക്കും. അതിനുശേഷം ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശദ വിവരങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാർച്ച് 25-ാം തീയതിക്ക് ശേഷം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ എന്നിവ അപേക്ഷയോടൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അവസാന ഡേറ്റ് വന്നിട്ട് 10-ാം തീയതിയാണ്. www.joinindiannavy.gov.in, അതായത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. SSR എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അവിടെ സൈഡിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഫുള്ളായിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ സൈഡിൽ തന്നെ അപ്പിയർ ചെയ്യാനായിട്ടുള്ള ഭാഗമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കായിട്ട് മുകളിൽ രജിസ്റ്റർ ടാബ് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ആദ്യത്തെ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്, മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബൈ.